വിചാരിക്കുന്നു. ഞാനൊരു 25 വർഷത്തോളമായി ഈ ഫീൽഡിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ആക്ടിങ് നിങ്ങൾ കണ്ടാലേ നല്ലൊരു പ്രതീക്ഷയ്ക്ക് ഭാഗമുള്ള നമ്മളെ ദിലീപേട്ടനൊക്കെ പോലെയൊക്കെയാണ് ഏകദേശം. എല്ലാവർക്കും ലൈക്കായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നെ പോലെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണാം. ഉള്ള നല്ല സിനിമയല്ലേ, ചെറിയ പടമാണെങ്കിലും സൂപ്പർ ആണ് പടം. പിന്നെ എനിക്ക് ചെറിയ സീനൊക്കെ ഉണ്ട് അതിനകത്ത്. എല്ലാവരും ഈ പടം കാണണമെന്നാണ് ഞങ്ങൾ പറയണത്. ചെറിയ പടവും ഒന്ന് വിജയിക്കണ്ടേ, അപ്പോൾ എല്ലാവരും ഇത് കാണണം, എല്ലാവരും പ്രോത്സാഹനം കൊടുക്കണം. പടം കൊള്ളായിരുന്നു. രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്, പോപ്സും മിഥുനും. മിഥുൻ തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ പോപ്സ് ഇതിനായിട്ട് ചെയ്തേക്കുന്നതിൽ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. ആൾ ഇതുവരായിട്ട് ഒരു സീരിയസ് കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു എൻ്റർടൈനിങ് ആണ്, ഫാമിലിയൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. കൊള്ളാം, നല്ല പടം. ഞാൻ ഫസ്റ്റ് കുറച്ചൊക്കെ അങ്ങോട്ട് വാസിയൊക്കെ അങ്ങോട്ട് വന്ന് ലാസ്റ്റ് ഫീലിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. ഇനി പ്രേക്ഷകരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ കഥാപാത്രവും ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിലെ നായകനും വില്ലനും ഒക്കെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം അതെന്താ പറയുക, വേർഡ്സ് ഇല്ല അത് പറയാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേർഡ്സ് ഇല്ല സത്യം പറഞ്ഞു. സത്യം പറയാൻ ഞാൻ തരിച്ചിരിക്കുന്നു. അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ഓക്കെ ഫൈൻ, കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഓരോരുത്തർ പുതിയ ആൾക്കാർ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻസ് കാണുമ്പോൾ ഒന്നും പറയുന്നില്ല. അതൊരു ഭയങ്കര നല്ലൊരു അനുഭവമായി ഒരുമിച്ച് കാണാം. എങ്ങനെയുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം എന്തായാലും. ഞാനതിലത് വില്ലൻ വേഷം ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടത്തിൽ. ഞാൻ വളരെ ആസ്വദിച്ചു സിനിമ, ഓരോ മൊമെൻറ്റും ആസ്വദിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് വർക്കാവുന്നതാണ് മനസ്സ് പറയുന്നത്. ആ മനസ്സ് പറയുന്ന പോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിൽ അത്യാവശ്യം നല്ല സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വിനീതായിട്ടുണ്ട്, ഗാന ബാല സാർ പാടിയിട്ടുണ്ട്, ആന്തോണി ദാസൻ സാർ പാടിയിട്ടുണ്ട്, പിന്നെ ദാന റാസിക്. അപ്പം ആക്ച്വലി ഒരു നല്ലൊരു ഓൾ പാക്കേജ് ഒരു എൻ്റർടൈനർ ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ട ആൾക്കാരുടെ മുഖത്തായ സംതൃപ്തി കണ്ടപ്പോൾ ഒരു സമാധാനമല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഒരാൾക്ക് ഈ ഒരു അവസരത്തിൽ താങ്ക്സ് പറയണം. കാരണം ഇത് എഡിറ്റർ ജോവിൻ, അയാൾക്ക് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയാണ്. കാരണം ഈ സിനിമയിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരുപാട് സിനിമ വർക്കാക്കിയെടുത്തതിന്റെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ എഡിറ്റർ ജോവിന് ഞാൻ പറയണം. ഒപ്പം ഷാജഹാനും പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, ആക്ഷൻ ചെയ്ത അഷ്റഫ് ഗുരുക്കൾ, അതുപോലെ ഗാനങ്ങൾ കമ്പോസ് ചെയ്ത ആലോഷി പീറ്റർ, ടോണി, എല്ലാവർക്കും താങ്ക്സ് പറയാണ്. ആൻഡ് എല്ലാവരും എനിക്കറിയാം ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം പക്ഷേ സമയം കണ്ടെത്തിയൊന്ന് ഈ ഫിലിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇത് പക്ക എൻ്റർടൈനർ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, നായകൻ്റെ പെങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത്. എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പറയാം, എനിക്ക് എക്സൈറ്റഡ് ആയിട്ടൊന്നും പറയാൻ കിട്ടണില്ല. സന്തോഷം. നിങ്ങളെല്ലാവരും പടം കാണാൻ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു. നായകയുടെ ഉപ്പയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഉസ്മാൻ എന്ന കഥാപാത്രത്തിനാണ് അവതരിപ്പിച്ചുള്ളത്. ആദ്യമായിട്ടാണ് ഒരു മൂന്നുകള കഥാപാത്രമായിട്ടൊരു ഈ സിനിമയിൽ വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ ഷാജഹാന് ഞങ്ങൾ നന്ദി അറിയിക്കണം. അതുപോലെ പ്രൊഡക്ഷൻ, ഇത്ത പ്രൊഡക്ഷൻ, അതുപോലെ മിഥുൻ, നളിനി എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ കാണണം. ഓക്കെ, കൊള്ളായിരുന്നു. ത്രില്ലർ മൂവിയാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ നടന്മാരും. അതിൽ ഈ ഷാനു കാക്കാനും മറ്റേ ഇതൊക്കെ ആയിട്ട് അഭിനയിച്ച മിക്ക നടന്മാരും ആ മോളി ചേച്ചി അടക്കം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ത്രില്ലർ മൂവിയായിട്ട്. ഒരു ചെറിയ ചിത്രമാണ്. വലിയ ചിത്രങ്ങളുടെ ഇടയിൽ മുങ്ങിപ്പോകാതിരിക്കണം. അതിന് പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ആദ്യം വേണ്ടത്. പിന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിഥുൻ, നിതിൻ, അതേപോലെ തന്നെ സജീവ് പള്ളൂരുത്തി എന്ന പുതുമുഖം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും, ബേബി ചേച്ചി ആയാലും മേരി ചേച്ചി ആയാലും അതുപോലെ ബിന്ദു പണിക്കർ ചേച്ചി ആയാലും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരുടെ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ചെറിയൊരു ചിത്രമാണ്, പക്ഷേ ഒട്ടും ബോറടിക്കാതെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ജമീലാൻ്റെ പൂവ്. നല്ല ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഷാജഹാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഷാജഹാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാഗില്ലാണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല കോമഡി ആയിട്ടുള്ള പടമാണ്. ഞാനതിൽ ഒരു സൈക്കോ കഥാപാത്രം ചെയ്തിരിക്കുന്നു, കപ്പലണ്ടി എന്നൊരു കഥാപാത്രം.
ഓ അടിപൊളിയാവട്ടെ. താങ്ക് യു. ജമീലാൻ്റെ പൂങ്കോഴി കാണാൻ വേണ്ടിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു മെസ്സേജ് എന്ന് വെച്ചാൽ ന്യൂജൻ സർഗാത്മകമായി തമാശ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുറച്ച് പൂവൻകോഴികൾ പുതുതലമുറയിലെ കുറേ പൂവൻകോഴികൾ എന്ന് പറയുന്നത് പലപ്പോഴും പിടക്കോഴികളെ എന്താ പറയുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. സ്ഥായിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് വളരെ ശുദ്ധ ഹൃദയമാണ്. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനേ പറ്റത്തുള്ളൂ. അവർക്ക് ചതിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പറ്റത്തില്ല. എപ്പോഴെങ്കിലും അവർക്കൊരു പീഡനമോ ദ്രോഹമോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചിലരെങ്കിലും മാറി ചിന്തിക്കുന്നതെന്നുള്ളത്. ഒരു പൂവൻകോഴി പലപ്പോഴും വേദനകൾ അറിയുന്നില്ല. പക്ഷേ ഒരു പിടക്കോഴിയാണെങ്കിലോ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ച് അതിന് കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ കൊണ്ട് നടന്ന് വളർത്തി ഉയർത്തി കൊച്ചുങ്ങളെ ഉയർത്തുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ പിടക്കോഴി എന്തുമാത്രം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ കുറേ പൂവൻകോഴികളാവാതെ പിടക്കോഴികളെ കൂടെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ ഒരു കെയറാക്കി നോക്കുന്ന അവരെ മനസ്സിലാക്കാനും തക്ക രീതിയിലുള്ള ഒരു മനസ്സ് സെറ്റ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. കാരണം ന്യൂജനിലെ കുറച്ച് പേരെ നമ്മൾ നോക്കിയാൽ ഉത്തരവാദിത്വ ബോധമില്ല. എങ്ങനെയെങ്കിലും പോകണം, എങ്ങനെയെങ്കിലും പോകണം, അങ്ങനെ ഒരു എന്താ പറയുക ഫ്രീക്കൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈൻഡിനെ വെറുതെ അൺകൺട്രോളബിളായിട്ട് വിടുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നല്ല മെസ്സേജാണ്. വലിയൊരു പടമൊന്നും പറയാനില്ല, പക്ഷേ കോമഡി എന്ന് വെച്ചാൽ അത് ത്രൂ ഔട്ട് കോമഡിയാണ്. ന്യൂജൻ സ്റ്റൈലിൽ തന്നെ ആ ലെവലിൽ പോയേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമുക്ക് കുറച്ച് ഇങ്ങനെ കോമഡി കൂടുന്നില്ലെന്ന് തോന്നിയാലും അത് കഴിഞ്ഞ് ലാസ്റ്റ് വരെ ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ സന്ദേശങ്ങൾ ഏറ്റവും ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജമീലാൻ്റെ പൂവൻകോഴി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ കയറാൻ നേരത്ത് തന്നെ പറഞ്ഞു ജമീലാൻ്റെ പൂവൻകോഴിയെ നാട്ടുകാർ ബിരിയാണി വയ്ക്കുമോ അതോ അതിനെ സംരക്ഷിക്കുമോ അല്ലെങ്കിൽ മുട്ടയിടിപ്പിക്കാൻ വേണ്ടി കുറേ പിടക്കോഴികളുടെ പുറകെ പോകുമോ എന്ന്. പറഞ്ഞ് കയറിയത് ഞാൻ ഉദ്ദേശിച്ച് കയറിയതിൽ ആദ്യം 1-2 വാക്ക് വളരെ കറക്റ്റാണ്. റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് പലപ്പോഴും പൂവൻകോഴികൾക്ക് നാട്ടുകാർ ബിരിയാണി ചട്ടിയിൽ കയറുന്ന അവസ്ഥകളിലൊക്കെ ഉണ്ടാവേണ്ടി വരും. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു.